പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 140-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു. വാർത്താ മാധ്യമങ്ങളിൽ ദിനംതോറും പ്രത്യക്ഷപ്പെടുന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് വിവിധ തരത്തിലുള്ള പീഡനങ്ങളുടെ കഥകളും അവയുടെ ചിത്രങ്ങളുമാണ്. കുഞ്ഞുങ്ങൾ വിവിധ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. യുവാക്കൾ ലൈംഗികമായും ശാരീരികമായും ദണ്ഡിപ്പിക്കപ്പെടുന്നു. ദരിദ്രന്മാർ ചൂഷണം ചെയ്യുന്നു. വൃദ്ധ മാതാപിതാക്കളെ ക്രൂരമായി പിച്ചിച്ചീന്തുന്നു. മുതലാളി തൊഴിലാളി പീഡനങ്ങൾ എന്നുവേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുള്ളവരും സകല ഭാഷാവർഗ വ്യത്യാസമില്ലാതെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിനവും വാർത്തകൾ വായിച്ച് നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്നു. ഓരോ ദിനവും ശാരീരിക പീഡനങ്ങൾ കൂടാതെ മാനസിക പീഡനങ്ങൾ ജനങ്ങളാൽ പൊറുതിമുട്ടുന്നു. എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയാലും പീഡന പരമ്പര കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പീഡനം അനുഭവിക്കുന്നവരുമാണ്. വിവിധതരം രോഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങൾ, ആഹാരത്തിന് വകയില്ലാതെ വിശന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവർ എന്നിങ്ങനെ എണ്ണം ഓരോ ദിനവും കുറവല്ല. കടഭാരത്താൽ ഉറങ്ങുവാൻ പോലും കഴിയാത്തവർ, മക്കളുടെ വഴിവിട്ട ജീവിതം നിമിത്തം നീറി കഴിയുന്ന മാതാപിതാക്കൾ, മക്കളാൽ തിരസ്കരിക്കപ്പെട്ട വൃദ്ധ ദമ്പതികൾ, മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അനാഥരായിത്തീരുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി വിവരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളാൽ പീഡന അനുഭവങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നു. ശതകോടികളുടെ കണക്കുകൾ നമുക്ക് നിരത്തി വയ്ക്കുവാൻ കഴിയും. ദരിദ്രന്മാരെയും ലോകം അവഗണിക്കുകയും അവർ പിന്നെയും അധികം ദരിദ്രരായി തീരത്തക്ക നിലയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അവരുടെ ന്യായം കേൾക്കുവാനോ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനോ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തോട് അടുത്തു ചെല്ലുന്ന ദരിദ്രനെ ദൈവം ഉയർത്തുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദരിദ്രനോട് പക്ഷപാതം കാണിക്കരുതെന്ന് ദൈവവചനം ശക്തമായി സംസാരിക്കുന്ന വിശുദ്ധന്മാർ എന്ന് പറയപ്പെടുന്നവരുടെ ആരാധനാലയങ്ങളിൽ പോലും ദരിദ്രർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ദുഃഖകരം. എന്നാൽ തന്നോട് പ്രാർത്ഥിക്കുന്ന ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. ആമേൻ. കൂടാതെ ദരിദ്ര ജനത്തെ രക്ഷിക്കുകയും അവരെ പീഡിപ്പിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുകയും ചെയ്യും എന്നും കൂടെ ദൈവവചനം നമുക്ക് ഉറപ്പു തരുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ഒരു ദരിദ്രനായി ജനിക്കുകയും ദരിദ്രനായി ജീവിക്കുകയും ചെയ്തു എങ്കിലും തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുവിക്കുന്നവനുമാണ്. ആമേൻ. മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ഫറവോൻ വളരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അത് അധികകാലം തുടരുവാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം അവരുടെ നിലവിളി കേൾക്കുകയും അവരെ പീഡയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. ജനത്തിന് എതിരെ വരുന്ന ഏത് ശത്രുക്കൾ എത്ര ഉന്നതന്മാരായാലും സമയത്തിന് മുമ്പേ നമ്മെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവരെ കണ്ട് ദൈവജനം ഭയപ്പെടരുത് എന്നാണ് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സംരക്ഷകനായിരിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തു കളയുകയും ചെയ്യും. ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലിനെ ശത്രു തകർത്തു കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല. എല്ലായ്പ്പോഴും പീഡിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിച്ചു കളയണമെന്നില്ല. ചിലപ്പോൾ ശത്രുവിനെ എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത നിലകളിൽ തൻ്റെ ഭക്തന്മാരെ ദൈവം ഒളിപ്പിച്ച്
ഒളിപ്പിച്ച അനുഭവങ്ങളും ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ദൈവം തൻ്റെ വൃദ്ധന്മാർക്കായി ചില സങ്കേതങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് ആമേൻ ഗ്രഹിക്കുവാൻ പോലും പ്രയാസകരമായിരിക്കും. നമ്മെ ഒരു നാളും കൈവിടുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് നമുക്കും ധൈര്യത്തോടുകൂടെ ആമേൻ ഈ പ്രഭാതം പറയുവാൻ ഇടയാകട്ടെ. കഠിനമായ പീഡയിൽ കൂടെ കടന്നു പോകുന്നവരോട് ദൈവം ആമേൻ സ്തോത്രം ഇറങ്ങി വന്ന് സംസാരിക്കുമെന്നും കൂടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഉന്നത ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഉന്നതന് മീതെ ഒരു അത്യുന്നതനുണ്ട്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഒരു അത്യുന്നതനും ഉണ്ടെന്ന് ആമേൻ നാം അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും ആമേൻ സ്തോത്രം നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മരിച്ച് പോകരുത്. ഉന്നതന് മീതെ ആമേൻ ഒരു അത്യുന്നതനുണ്ട്. അവർക്ക് മീതെ ഒരു ഉന്നതനുണ്ടെങ്കിലും അതിൻ്റെ മീതെ ഒരു അത്യുന്നതൻ ജാഗരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ആമേൻ ഹാലേ. പ്രിയ ദൈവവേദനയിലെ ഈ പ്രഭാതം ആമേൻ ഭാരപ്പെടേണ്ട. കുടുംബത്തിനകത്തും ദൈവസഭയ്ക്കകത്തും സംഘടനാ തലത്തിലും നീ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആമേൻ ദൈവകരം നിനക്ക് അഭയമായിരിക്കും. ഭയപ്പെടേണ്ട കുഞ്ഞെ. ഈ പ്രഭാതം ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പീഡിതന് അഭയം സ്ഥാനമായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യഹോവ തൻ്റെ വ്യവഹാരം ആമേൻ ദരിദ്രരുടെ മേൽ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു. ഈ ദിവസങ്ങളിൽ നാം അറിയുന്ന നിലകളിലേക്ക് ദൈവം നമ്മെ ആമേൻ സ്തോത്രം നടത്തുവാൻ അവൻ ശക്തനാണ്. ആകയാൽ ഭാരങ്ങളും പ്രയാസങ്ങളും പീഡകളും നിന്ദകളും പരിഹാസങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയണം, എന്നെ വിടുവിക്കുന്ന ഒരു യഹോവയുണ്ട്, എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി ന്യായം പാലിച്ചു തരുന്ന, ഒരു ന്യായം നടത്തി തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ പ്രഭാതം വിശ്വസിക്കണം. യഹൂദന്മാരെ ഒന്നടങ്കം കൊന്നുകളയുവാൻ ഹാമാൻ തക്കം പാത്തിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ പ്രാർത്ഥനയും ഉപവാസവും ദൈവം പ്രസാദിച്ച് ദൈവം അവരെ ന്യായത്തെ വിടുവിക്കുവാനിടയായി. അവിടെ അവർക്ക് വേണ്ടി ഒരു ന്യായം പ്രവർത്തിപ്പാൻ ദൈവകരം വെളിപ്പെടുവാനിടയായി. ആകയാൽ ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്ക് വേണ്ടി ഒരു ന്യായം പാലിച്ചു തരുന്ന ഒരു ദൈവം എഴുന്നേൽക്കും. ഭാരപ്പെടേണ്ട, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ലോകം ഞങ്ങൾക്ക് തരാത്തൊരു ന്യായം കർത്താവെ അങ്ങ് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പീഡിതന് ഒരു അഭയസ്ഥാനം കർത്താവെ അങ്ങ് കരുതിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക പ്രിയപ്പെട്ടവർ കർത്താവെ ആമേൻ സഹായമില്ലാതെ ബാധ്യതകളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ കർത്താവെ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചവർ, ക്യാൻസർ രോഗങ്ങളാൽ കർത്താവെ പലതരത്തിലുള്ള കർത്താവ് രോഗബലഹീനതകളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ എൻ്റെ ദൈവം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു ന്യായം നടത്തി കൊടുക്കണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഉള്ള നന്മകളും അപഹരിച്ച് കർത്താവേ സ്തോത്രം, സമ്പത്തുകളെ അപഹരിച്ച് ഹല്ലേലൂയ അനേകർ ഓരോ ദിനവും തൻ്റെ സാധുക്കളായ ദൈവമക്കളെ സ്തോത്രം ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുമ്പോൾ തൻ്റെ മക്കൾക്കായി ഒരു ന്യായം നടത്തുന്നൊരു ദൈവം ഇന്ന് പ്രഭാതം എഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.